ദിവസങ്ങൾ നീണ്ടുനിന്ന അറ്റകുറ്റപ്പണികൾക്ക് ശേഷം റെയിൽവേ ഗേറ്റ് തുറന്നുകൊടുത്തുവെങ്കിലും യാത്രക്കാരുടെ ദുരിതം അവസാനിക്കുന്നില്ല. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ തകഴിയിൽ ലെവൽ ക്രോസ് ആണ് യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി റെയിൽവേ ക്രോസിലൂടെയുള്ള യാത്രയാണ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നത്. നവംബർ 23-ന് 5 ദിവസത്തെ അറ്റകുറ്റപ്പണിക്കായി ഇവിടെ റെയിൽവേ ക്രോസ് അടച്ചിരുന്നു. എന്നാൽ ചക്കുളത്തുകാവ് പൊങ്കാല കണക്കിലെടുത്ത് നേരത്തെ തന്നെ ഗേറ്റ് തുറന്നു നൽകി. അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും പൂർത്തിയാക്കാതെയാണ് ഇത്തവണ റെയിൽവേ ഗേറ്റ് യാത്രക്കാർക്കായി തുറന്നു നൽകിയത്. ഇതോടെ ഈ റൂട്ടിനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. അറ്റകുറ്റപ്പണി പാതി വഴിയിലായതോടെ കൂറ്റൻ കല്ലുകൾ റോഡിന് മുകളിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന വാഹന യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളിലെത്തുന്ന സ്ത്രീകളാണ് വലയുന്നത്. ഇരുചക്ര വാഹനങ്ങൾ റോഡിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കല്ലുകളിൽ തട്ടി നിയന്ത്രണം വിടുന്നതും വാഹനങ്ങൾ റോഡിന് നടുക്ക് തന്നെ നിന്നുപോകുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ്. വലിയ അപകടങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഈ സ്കൂളിലും കോളേജുകളിലും എല്ലാം പോകേണ്ട ഒരു പ്രധാന ഗേറ്റ് ഇത് കാലങ്ങളായിട്ട് ഇത്രയും വലിയ റിപ്പയറിങ് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എപ്പോൾ നോക്കിയാൽ ഇതിന് സമാന്തര റോഡുമില്ല. ആപ്പാട് ഒരു റോഡുകൾ, അതും വളരെ കുണ്ടും കുഴിയും, യാത്ര വളരെ അസൗകര്യമാണ്. അപ്പോൾ ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. എപ്പോൾ നോക്കിയാൽ ഈ റെയിൽവേ യാത്രാ സൗകര്യമില്ല. പിള്ളേർക്കെല്ലാം വലിയ മണിക്കൂറുകളോളം ഇത് അടച്ചിടുമ്പോൾ പിള്ളേർ അപ്പുറത്ത് നിൽക്കണം. സ്കൂൾ ടൈമിൽ യഥാസമയത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ചെറുവാഹനങ്ങളും ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. പ്രതിദിനം ദീർഘദൂര KSRTC ബസ്സുകളും ചരക്ക് ലോറികളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയെ ആശ്രയിക്കുന്നത്. എന്നിട്ടും യാത്രക്കാരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് റെയിൽവേ. കൂറ്റൻ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ രാത്രികാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.